പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ. ഈ വേൾഡ് കപ്പിലെ പോർച്ചുഗലിൻ്റെ മോസ്റ്റ് വെയ്റ്റഡ് ആൻഡ് മോസ്റ്റ് ക്രൂഷ്യൽ മാച്ച് എന്ന് പറയാം. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു മാച്ചാണിത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഒരു റിയൽ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു മാച്ചാണ്. പോർച്ചുഗലിൻ്റെ ലാസ്റ്റ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് കോങ്കോക്കെതിരെ ഡ്രോ നമുക്കറിയാം. അതിനുശേഷം ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കളിയിൽ നല്ലൊരു തിരിച്ചറിവ് നടത്തി 5-0 കളി ജയിച്ചു. പക്ഷേ ഓപ്പണന്റ് ഉസ്ബെക്കിസ്ഥാനാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതാണൊരു റിയൽ ടെസ്റ്റ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. കൊളംബിയ നല്ല ടീമാണ്, നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അവർ ഫസ്റ്റ് മാച്ചും ജയിച്ചു, രണ്ടാമത്തെ മാച്ചും ജയിച്ചു. ഇപ്പോൾ ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊളംബിയാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ടേബിളിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഗ്രൂപ്പിൽ. കാരണം സെക്കൻഡ് ഫിനിഷ് ചെയ്ത പോർച്ചുഗലിന് ക്വാർട്ടർ ഫൈനലൊക്കെ കിട്ടാൻ പോകുന്ന ഓപ്പണന്റ് അറിയുമ്പോൾ ഫ്രാൻസ്, സ്പെയിനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫിനിഷ് ചെയ്താൽ നല്ലൊരു ഈസി പാത്ത് പോർച്ചുഗലിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഫിനിഷ് വേൾഡ് കപ്പാണ്, നമുക്കറിയാം എന്താണ് സംഭവിക്കാം. അപ്പോൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്യേണ്ടത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാർട്ടർ ഫൈനലൊക്കെ ആയിരിക്കും ഒരു നല്ലൊരു ഓപ്പണന്റ് വരിക. അർജന്റീനയും പോർച്ചുഗലും വരാനുള്ള സാധ്യത വരെ ഉണ്ട്. ഫിക്സ്ചറൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഫിക്സ്ചറൊക്കെ വരികയാണെങ്കിൽ, റൊണാൾഡോ വേഴ്സസ് മെസ്സി ആ ഒരു ഫിക്സ്ചറൊക്കെ വരികയാണെങ്കിൽ വേൾഡ് കപ്പ് കത്തുന്നത് തന്നെ പറയാം. ഏതായാലും കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നത്. എന്തായാലും ഈ മാച്ച് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗൽ ഇപ്പോഴും ആ ഒരു ടീമിലൊരു സ്റ്റെബിലിറ്റി വരാനുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും വീക്ക്നെസ്സുകളുണ്ട്. മിഡ്ഫീൽഡ് എത്രത്തോളം മികച്ചു നിൽക്കുന്നോ അത്രത്തോളം പോർച്ചുഗലിന് റിസൾട്ട് അനുകൂലമായിട്ട് വരും. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ലാസ്റ്റ് മാച്ച് 2 ഗോൾ അടിച്ചു. ഈ മാച്ചിലേക്ക് വരുമ്പോഴും ആളുടെ ഭാഗത്തുനിന്നും കോൺട്രിബ്യൂഷൻസ് വരണം. ആൾക്ക് ചാൻസ് കൊടുക്കുന്ന പോലെ ഇരിക്കും. മിഡ്ഫീൽഡേഴ്സ് എത്രത്തോളം ക്രിയേറ്റീവ് ആവുന്നു അത്രത്തോളം പോർച്ചുഗലിന് നല്ല റിസൾട്ട് ഈ ഒരു മാച്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കൊളംബിയ ഒട്ടും എളുപ്പമുള്ള ഓപ്പണൻ്റ് അല്ല. നല്ലൊരു ചലഞ്ച് തന്നെ കൊളംബിയ എന്തായാലും നൽകും. നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ലൂയിസ് ഡിയാസ്, മുനോസ്, ഇവരൊക്കെ ഉണ്ട്. അറ്റാക്കിങ്ങിലും ത്രെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെ. ഫിസിക്കലായിട്ട് കളിക്കുന്ന ടീമാണ്, നല്ല പ്രസ് ചെയ്യുന്ന ടീമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഈ ഒരു മാച്ച് റിസൾട്ട് എന്നത്. പോർച്ചുഗൽ ഫാൻസ് കാത്തിരിക്കുന്നൊരു മാച്ചാണ്. ഈ ഒരു മാച്ച് പെർഫോമൻസ് പോലെ ഇരിക്കും പോർച്ചുഗൽ ഈ ഒരു വേൾഡ് കപ്പിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്നത് നമുക്ക് ഈ ഒരു മാച്ച് വെച്ച് വിലയിരുത്താം. ഏതായാലും പോർച്ചുഗലിൻ്റെ ആ ഒരു വീക്ക്നെസ്സൊക്കെ അവർ സോർട്ട് ഔട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായിരിക്കും റോബർട്ടോ മാർട്ടിനസിൻ്റെ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ അവരെന്തായിരിക്കും പുറത്തെടുക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. പിന്നെ നാളെ അർജന്റീനൻ്റെ മാച്ചുണ്ട്. അർജന്റീന എന്തായാലും അവർ ടോപ്പിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ഈ ഒരു മാച്ചൊരു മാച്ചാണ്. ജോർദാനെതിരെ ഒരു ഈസി മാച്ചാണ്. അവരെന്തായാലും ജയിക്കുമെന്നാണ് തോന്നുന്നത്. ലയണൽ മെസ്സി ഈ മാച്ചിലും സ്കോർ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓൾറെഡി ഇപ്പോൾ 5 ഗോളായി. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. നിങ്ങളുടെ പ്രഡിക്ഷൻസ്, ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റു കണ്ടെത്താം.